ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർക്ക് എന്ന് ഓട്ടോക്യാഡിൽ തന്നെ അടുത്തൊരു കമാൻഡാണ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. അതിൽ ഇപ്പം നമുക്കൊരു സർക്കിളിനെ എങ്ങനെ ആർക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം ഇങ്ങനൊരു ക്വാഡ്രന്റ് പോയിന്റ് വെച്ചിട്ട് ഇങ്ങനൊരു 90 ഡിഗ്രി വെച്ചിട്ടുള്ള പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാം. സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. സെൻറ്റർ പോയിന്റ് ആയിട്ട് ഞാൻ ഈ പോയിന്റ് കൊടുത്തു. എന്നിട്ട് എനിക്കിപ്പോൾ ഒരു 50 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ് വേണ്ടതെങ്കിൽ 50 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണല്ലോ സർക്കിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ ഫുൾ സർക്കിളും വേണ്ട. എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു പോർഷൻ മതി എന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ സർക്കിൾ വരച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ്, ഇത്രയും ഭാഗം ഇതൊരു ഷേപ്പ് ആണല്ലോ, ഇങ്ങനത്തെ ഒക്കെ ഷേപ്പിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. അതായത് സർക്കിളിന്റെ ഒരു ഫുൾ സർക്കിൾ വരുന്നില്ല, സർക്കിളിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ജോമെട്രിക്കൽ ഫിഗറിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കിന്റെ കേസിൽ നമ്മൾ പറയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും ഒരു സെന്റർ കാണും, ഒരു സെന്റർ പോയിന്റ് കാണും, പിന്നെ ആർക്കിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും കാണും, ഒരു എൻഡിങ് പോയിന്റും കാണും. അപ്പോൾ നമ്മൾ ഓട്ടോക്യാഡിൽ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആർക്ക് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ആർക്ക് ആണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും വരുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പൊ ഈ ഫിഗറിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ 0 ഡിഗ്രി, ഇതിനെ 90 ഡിഗ്രി എന്ന് പറയാമെങ്കിൽ ഇവിടെ ഈ ആർക്കിന്റെ സ്റ്റാർട്ടിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 0യും എൻഡിങ് ആംഗിൾ 90 എന്നും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം സർക്കിൾ വരയ്ക്കാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ആർക്ക് വരയ്ക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നും ഈ പോയിന്റിനെ എൻഡിംഗ് പോയിന്റ് എന്നും പറയാം. പിന്നെ അതുപോലെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിംഗ് പോയിന്റ് വരെയുള്ള വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ നമുക്ക് കോഡ് എന്ന് പറയാം. കോഡ്, CHORD. എന്നിട്ട് ആ കോഡിന്റെ ലെങ്തിനെ കോഡ് ലെങ്ത് എന്നും പറയാൻ പറ്റും. ഓക്കെ, അതാണ് ആർക്കിനെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സർക്കിൾ സി എൻ്റർ അടിച്ചു, ഒരു സെന്റർ പോയിന്റ് കൊടുത്തു, 50 റേഡിയസ് കൊടുത്തു. എന്നിട്ട് എനിക്കിപ്പോ ഇത്രയും ഭാഗം മതിയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സർക്കിൾ വരച്ചിട്ട് ട്രിം ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ ആർക്ക് യൂസ് ചെയ്ത് വരച്ചെടുക്കാനും പറ്റും. ഇതിനെ നമുക്കൊരു ആർക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ഇതിന്റെ കേസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇതും, എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതുമായിരിക്കും വരുന്നത്. അതിന്റെ സെന്റർ വരുന്നത് ഈ ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ആർക്ക് സർക്കിൾ വരച്ച് ഡിലീറ്റ് ചെയ്യാതെ, ട്രിം ചെയ്ത് കളയാതെ ആർക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പൊ ആർക്കിന്റെ കമാൻഡ് എന്ന് പറയുന്നത്, ഓട്ടോക്യാഡിലെ ആർക്കിന്റെ കമാൻഡ് എന്ന് പറയുന്നത് എ എന്നുള്ളതാണ്. എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞ് കാണിക്കും. അതല്ലെങ്കിൽ നമ്മുടെ റിബണിൽ ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ആർക്ക് വരയ്ക്കാൻ മെയിൻ ആയിട്ടും ഇത്രയും മെത്തേഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആർക്കിനെ പറ്റിയൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഓരോ മെത്തേഡും അടുത്ത് വരുന്ന വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, എല്ലാവരും നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് ഈ ആർക്ക് എന്നുള്ളതിലേക്ക് വരിക. ഓക്കെ, ദെൻ താങ്ക് യു.